വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഒരു അവയർനെസ്സിൻ്റെ ഫോർ സ്പ്രെഡ് കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. 4 കാർഡ്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കിയപ്പോൾ അത് വീൽ ഓഫ് ഫോർച്യൂണാണ് പറഞ്ഞത്. വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞാൽ കാലചക്രത്തിൻ്റെ കാർഡാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ഗുഡ് ലക്കും സക്സസ്സും കൊണ്ടുവരാനാണ്, ഭാഗ്യവും വിജയമൊക്കെ കൊണ്ടുവരാനായിട്ടിരിക്കുകയാണ്. കാലചക്രം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാറുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്കത് ഗുഡ് ലക്കും സക്സസ്സും കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ കയോട്ടിക് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ സപ്പോർട്ട് കിട്ടും. അതാണ് കറൻറ്റ് എനർജിയുടെ കാർഡ്. രണ്ടാമത്തെ കാർഡ്. ഫസ്റ്റ് കാർഡ് ഇത് എംപറർ എന്നാണ്. എംപറർ എന്നുള്ള കാർഡ് ചുറ്റുപാടിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ചുറ്റുപാട് വളരെ നല്ലതാണ്. എംപററാണ്, അതോറിറ്റിയാണ്, സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്, ഒരു സ്ട്രക്ചറിൻ്റെ കാർഡാണ്, ഡിസിപ്ലിൻഡായിട്ട് പോകുന്ന ആളാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാർഡ് നോക്കുകയാണ്. എന്താണ് ഈ വ്യക്തി അറിയേണ്ടത് ചോദിച്ചപ്പോൾ കിങ് ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് സോഡ്സ് പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ അതോറിറ്റിയാണ്, സുപ്പീരിയർ നോളജുള്ളതാണ്, എല്ലാവർക്കും നോളജൊക്കെ ഷെയർ ചെയ്യണ ആളാണ്, ലോജിക്കലാണ്. പക്ഷേ ഇയാൾ അറഗൻ്റാണ്. അതുകൊണ്ട് ഇയാളിപ്പോൾ ഒരു ജോലിയിലൊക്കെ ഒരു സുപ്പീരിയർ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇയാളെ കൊളീഗ്സൊക്കെ ഇയാളുടെ അടുത്ത് വരാനൊന്നും മടിക്കും. കാരണം എന്താ വെച്ചാൽ ഇയാൾ അറഗൻ്റാണ്. അപ്പോൾ ഇയാൾക്ക് ഉള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ബി പൊളൈറ്റ്. ഇയാൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബി പൊളൈറ്റായിട്ടിരിക്കുക. പിന്നെ എന്താണ് ഇവിടെ അവയർനെസ്സിൻ്റെ ഭാഗത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഡെവിൾ എന്നുള്ള കാർഡാണ്. ഡെവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷൻസ്, ഫ്യൂച്ചറിൽ അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡെവിൾ എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷൻ, അഡിക്ഷൻ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഭാവിയിൽ ടെംപ്റ്റേഷൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബി അവെയർ. ഇതിപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ സ്പ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയണത് ബി അവെയർ. അവെയർ എന്ന് വെച്ചാൽ മദ്യപാനം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ടെംപ്റ്റേഷനും അഡിക്ഷനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബി അവെയർ, ബി കെയർഫുൾ. ഇതാണ് ഇന്നത്തെ ഫോർ സ്പ്രെഡിൻ്റെ അവയർനെസ് കാർഡ്. So please do subscribe, like and share. Thank you.